മീൻ പിടിച്ച് വരുന്ന വള്ളങ്ങളാണ് കാണുന്നത്. ഒന്ന് ഹാർബറോട് അടുക്കാറായി. അവിടെ നിന്ന് 3 എണ്ണം വരുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ ഒരു 3 ബോട്ട് നിർത്തിയിട്ടിട്ട് കാണുന്നത് ഡൈവിങ്ങിന് പോയിരിക്കുകയാണ്. ടൈഗർ ഷാർക്കിനെ കാണാം. മീൻ പിടിച്ച് വരുന്ന വള്ളങ്ങൾ. അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നു. അത് വരും 9 മണിയാകുമ്പോൾ. അങ്ങനെ മീൻ പിടിച്ച് വരുന്ന വള്ളങ്ങൾ ഈ ഹാർബറോട് അടുക്കാറായി. കുറച്ചെണ്ണം നിലവിൽ വന്നിട്ടുണ്ട്. 2-3 എണ്ണം പുതുതായിട്ട് വരുന്നുണ്ട്. അവരിവിടെ വന്ന് മീനിറക്കി ആളുകൾ ലേലം വിളിച്ച് മീനെടുക്കും. ലേലം വിളിക്കുന്നതല്ല, അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് മീനെടുക്കുകയാണ് സാധാരണ ചെയ്യുക. മീൻ വരുന്ന ചെറിയത് ധോണി, വലിയ ബോട്ട്, അങ്ങനെയൊക്കെയാണ് പറയാം. ആളുകളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് മീൻ വാങ്ങാൻ. ആദ്യം വന്ന കുറേ മീനുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവർ പൈസ പറയും. അങ്ങനെ കുറച്ച് മീൻ, ഇതൊരു വലിയൊരു യെല്ലോ ഫിൻ ടൂണയാണ് ബോട്ടിൽ നിന്ന് വലിച്ചിറക്കുന്നത്. വലിയ വിലയൊന്നുമില്ല. ഇന്ന് കുറേ മീനുകളുള്ളത് കൊണ്ട് മീനിന് പൊതുവെ വിലക്കുറവാണ്. ഒരു 5-8 ടൂണയൊക്കെ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. വലിയ മീനുകൾക്ക് 150, 200, 300, അങ്ങനെ 500 രൂപയിൽ താഴെ. മാൽഡീവിയൻ റുപ്പിയുടെ ഇന്ത്യൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് 1 റുപ്പിയ 4.5 അല്ലെങ്കിൽ 5 രൂപയാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്നത് 100 രൂപയ്ക്ക് ഒരു കൂട്ടം. ആ രീതിയിലാണ് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ടൂണയല്ലാത്ത മീൻ വളരെ റയറായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു മീൻ വാങ്ങി. ഇത് 50 രൂപയ്ക്ക് മാനിയ ആമസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ ചിത്രം അവിടെ ആരോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തത് ഞാൻ കണ്ടതാണ്. അപ്പം അങ്ങനെ നമ്മുടെ മീൻ വാങ്ങുന്ന എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.